ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ബോധ്യത്താൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുവാൻ ദൈവം എനിക്ക് തരുന്ന ആത്മീയ ബോധ്യം, റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യമാണ് ഇന്ന് കൂടി വന്ന സഭയോടും ദൈവജനത്തോടും പങ്കുവെക്കുവാൻ എനിക്കൊരു ബോധ്യം ലഭിച്ച വചനം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ആമേൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. കർത്താവിനെ സേവിപ്പിൻ. വേദപുസ്തകത്തിനകത്ത് ഏറ്റവും അധികം നിക്ഷേപങ്ങൾ, കാതലായ ദൈവദൂതുകൾ അടുക്കി വെച്ച് പഠിപ്പിച്ച ഒരു പുസ്തകമാണ് റോമാലേഖനം. ഈ റോമാലേഖനം ആയിരക്കണക്കിന് ദൈവഭക്തന്മാരുടെ കണ്ണുകൾ തുറന്ന പുസ്തകമാണ്. വലിയ വലിയ മൂവുകൾക്ക് കാരണമായ പുസ്തകമാണ്. ലോകചരിത്രത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച മാർട്ടിൻ ലൂതറിനെ ആ ഉണർവിന് വേണ്ടി ശക്തീകരിച്ച പുസ്തകമാണ് റോമാലേഖനം. അപ്പോൾ വേദപുസ്തകത്തിനകത്ത് ഏറ്റവും തീവ്രമേറിയ മർമ്മങ്ങളടങ്ങിയ ഒരു പുസ്തകം. ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അത് പൗലോസിന്റെ സുവിശേഷമാണെന്ന് പോലും. മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, പൗലോസിന്റെ സുവിശേഷം. അങ്ങനെ അത്രയും ഗൗരവമേറിയ പഠിപ്പിക്കൽ അടങ്ങിയ പുസ്തകമാണ് റോമാലേഖനം. റോമാസഭയിലെ ദൈവജനത്തോട് കാതലായ ദൈവദൂതുകൾ കൈമാറുകയാണ്. അതിലൊന്നാമത്തെ ദൂത് രക്ഷയുടെ ദൂതാണ്. രണ്ടാമത്തെ ദൂത് സൗജന്യമായുള്ള നീതീകരണത്തിന്റെ ദൂതാണ്. മൂന്നാമത്തെ ദൂത് നീതീകരിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണത്തിന്റെ ദൂതാണ്. നാലാമത്തെ ദൂത് വിശുദ്ധീകരണത്തിന്റെ അന്തമായി വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന തേജസ്സിന്റെ ദൂതാണ്. അടുത്ത ദൂത് ദൈവത്തിന്റെ മഹാകരുണയുടെയും ദയയുടെയും ദൂതാണ്. അങ്ങനെ വന്ന് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കൺക്ലൂഷൻ എന്ന വണ്ണം അതിന്റെ 1-ാം വാക്യം പറയുന്നു, ദൈവത്തിന്റെ മനസ്സലിവാണ് ഞാൻ ഇത്രയും ഓർപ്പിച്ചത്. അതിൻ്റെ ഇടയിൽ ശക്തമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന 6-ാം അധ്യായത്തിൽ പാപത്തിന്റെ മേലുള്ള സ്വാതന്ത്ര്യവും 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിന്മേലുള്ള സ്വാതന്ത്ര്യവും പങ്കുവച്ച് 8-ാം അധ്യായത്തിൽ ആത്മാവിന്റെ ജീവിതം എന്ന ജയകരമായ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് ആ ലേഖനങ്ങൾ അർത്ഥസമ്പുഷ്ടമാക്കി വെളിപ്പാടിന്റെ കലവറയാക്കി ദൈവദൂതുകളുടെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു നിധിയാക്കി ഈ സഭയ്ക്ക് കൊടുത്തിട്ട് 12-ാം അധ്യായത്തിൽ ആ സഭയോട് പറയാണ്, മടുക്കരുത് കേട്ടോ. ആമേൻ. നിങ്ങൾക്ക് ഇത്രയും ദൂതുകളൊക്കെ തന്നിട്ട് ഒരു ദൂത് പറയാം, മടുക്കരുത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നിങ്ങൾ കർത്താവിനെ സേവിക്കണം. ദൈവം നിങ്ങൾക്ക് തരുന്ന വചനങ്ങളും ദൈവം നിങ്ങൾക്ക് തരുന്ന ദൂതുകളും ദൈവം നിങ്ങൾക്ക് തരുന്ന വെളിപ്പാടുകളും ദൈവം നിങ്ങൾക്ക് തരുന്ന എല്ലാ നന്മകളുടെയും പിൻപിൽ ഒരു ദൂതയുള്ളൂ, നിങ്ങൾ മടുക്കരുത്. കൈകളെ ഉയർത്തി രാമയും പറഞ്ഞാട്ടെ, മടുക്കരുത്. നിങ്ങളുടെ ഉത്സാഹം കുറയരുത്. നിങ്ങളൊരു വലിയ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, തീ വഹിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉത്സാഹത്തിൽ നിങ്ങൾ മടുക്കരുത്. 2, ആത്മാവിന്റെ തീ നിങ്ങളുടെ അകത്ത് കത്തിക്കൊണ്ട് തന്നെ നിൽക്കണം. നിങ്ങളൊരു കരിഞ്ഞ കൊള്ളിയാകരുത്, കത്തുന്ന അഗ്നിബന്ധമായി തന്നെ ഇരുന്നോണം. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ കർത്താവിനെ സേവിക്കേണ്ടത്. യേശുവിന്റെ നാമത്തിൽ രാമേൻ പറഞ്ഞാട്ടെ. അങ്ങനെ നിങ്ങൾ
കത്തിക്കൊണ്ട് നിന്ന്, ഉത്സാഹത്തിൽ നിന്ന്, മടുപ്പില്ലാത്തവരായി നിന്ന് കർത്താവിനെ സേവിക്കണം. അങ്ങനെ സേവിക്കുകയാണെങ്കിൽ നിങ്ങൾ തേജസ്കരിക്കപ്പെടും. അങ്ങനെ ആമേൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയൊരു ദൂത് അതിന്റെ അവസാനത്തിൽ വരുമ്പോൾ പറയുന്നു, സമാധാനത്തിന്റെ ദൈവം തന്നെ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ച് കളയും. കൈകളെ ഒന്ന് ഉയർത്താൻ പറ്റുന്നവർ ആമേൻ പറ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ വെല്ലുവിളികൾ പോലെ നിൽക്കുന്ന ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളെ ആമേൻ എല്ലാ വട്ടവും തകർക്കുന്ന ഒരു ദുരാത്മതലമുണ്ട്. അത് പലപ്പോഴും വെല്ലുവിളികൾ പോലെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ മടുക്കാതെ, നിങ്ങൾ ക്ഷീണിക്കാതെ, നിങ്ങൾ എരിവോടുകൂടെ ഇന്നലത്തെക്കാൾ അല്പം കൂടെ തീവ്രതയോടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാൻ പറ്റും. സാത്താൻ നിങ്ങളുടെ തലയ്ക്ക് മുകളിലല്ല, സാത്താൻ നിങ്ങളുടെ നേർക്ക് നേരല്ല, മറിച്ച് അവനെ നിങ്ങളുടെ കാൽ കീഴിൽ ദൈവം തന്നെ ചതച്ചു കളയും. വിശ്വസിക്കുന്നവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ എന്നും നിനക്ക് പോരാട്ടമല്ല, എന്നും നിനക്ക് യുദ്ധമല്ല, എന്നും നിനക്ക് വെല്ലുവിളികളല്ല. അത് കഴിഞ്ഞ് നിന്റെ കാൽ കീഴിൽ സാത്താനെ ചതച്ചു കളയുന്ന ഒരാത്മമണ്ഡലം നിനക്കുണ്ട്. ഇന്ന് രാത്രി ഈ ദൂത് പറയുമ്പോൾ ആരുടെയൊക്കെയോ ജീവിതത്തിന്റെ മേൽ ചില യുദ്ധങ്ങൾ അവസാനിക്കാൻ പോകുന്നു, ചില യുദ്ധങ്ങൾ നിൽക്കാൻ പോകുന്നു. അവർ ജയാളികളാകാൻ പോകുന്നു. വിശ്വസിക്കുന്നവരെ രണ്ട് കരവും ഒന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് രാത്രിയിൽ ഈ ദൂത് ഇങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇന്നൊരു വലിയ ആത്മ പകർച്ച ഈ പന്തലിൽ വ്യാപരിച്ചിരിക്കും. ആദ്യ നൂറ്റാണ്ടിൽ നിങ്ങളുടെ മേൽ ദൈവം പകർന്ന പോലെ ഒരു ആത്മശക്തിയുടെ വലിയ പ്രവാഹം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ അയച്ചിട്ട്, ഇന്നലെ ദൈവം നിങ്ങളുടെ മേൽ കത്തിച്ച തീയെ അല്പം കൂടെ ഒന്ന് ഉയർത്തി, അത് ഇന്നലെ ഒരു കരിന്തിരിയാണെങ്കിൽ അതിനെ ഒന്ന് പന്തമാക്കിയേ ദൈവം ഇന്ന് രാത്രി വിടാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് ഈ ദൂതുകളെ നിങ്ങളൊരു ആമേൻ പറഞ്ഞേറ്റെടുക്കാം. ആമേൻ. പരിശുദ്ധാത്മാ പറയുകയാണ്, സഭയോട് പറയുകയാണ്, വലിയ വെളിപ്പാടുള്ള സഭയോട് പറയുകയാണ്, വലിയ നിയോഗമുള്ള സഭയോട് പറയുകയാണ്, വലിയ ലക്ഷ്യമുള്ള സഭയോട് പറയുകയാണ്, വലിയ ഉത്തരവാദിത്വമുള്ള സഭയോട് പറയുകയാണ്, നിങ്ങളുടെ ഉത്സാഹം കുറയരുത്. രണ്ട്, നിങ്ങൾക്ക് മടുപ്പ് വരരുത്. മൂന്ന്, നിങ്ങളുടെ തീ കെടരുത്. ഹല്ലേലൂയ. ദൈവം ഇന്ന് രാത്രി അത് തൊടട്ടെ. കർത്താവിന് ഉത്സാഹമുള്ള ഒരു തലമുറയെ വേണം. ആമേൻ. ഇരുന്ന് ചതഞ്ഞ് അങ്ങനെയുള്ളതിന് കർത്താവിന് വേണ്ട. ഉത്സാഹമുള്ള ഒരു തലമുറയെ വേണം. ആമേൻ പറഞ്ഞാട്ടെ. ഉത്സാഹമുള്ള. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ, ആദ്യത്തെ മിഷണറി യാത്രയിൽ ഒരുത്തനെ കൂട്ടിക്കൊണ്ടുപോയി. പേര് മർക്കോസ്. അവനെ കൂട്ടിക്കൊണ്ട് പോവുക. ആദ്യത്തെ മിഷണറി യാത്രയിൽ ഒരു വിധത്തിൽ അവനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് തിരിച്ചു വന്നു. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഇവനും ബാഗൊക്കെ പാക്ക് ചെയ്തു. ഉടനെ പൗലോസ് പറഞ്ഞു, ഇവനെയായിട്ട് ഇനി ശുശ്രൂഷയില്ല. രാവിലെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിക്കുന്ന ഇവനെ കൊണ്ട് ശുശ്രൂഷയ്ക്ക് ഞാൻ പോകുന്നില്ല. അമേൻ. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. പ്രാർത്ഥിക്കും ബ്രദറെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുന്നവനെ കൊണ്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്നില്ല. തല്ലി എഴുന്നേൽപ്പിക്കുന്നവനെ കൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല. ഇവനെ വേണ്ട. പൗലോസിന്റെ ഒരു തീരുമാനമായിരുന്നു, ഉത്സാഹമില്ലാത്തവനെ ഞാൻ കൊണ്ടുപോകത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ പൗലോസ് പറയാണ്, എനിക്ക് തീവ്രതയോടെ വലിയൊരു ശുശ്രൂഷ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ ഉറങ്ങുന്നവനെയും മടിയനെയും അടിച്ചെഴുന്നേൽപ്പിക്കുന്നവനെ ഒന്നും എനിക്ക് വേണ്ട. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ അന്ത്യ തലമുറയായതുകൊണ്ട് ദൈവത്തിന് തീ പിടിച്ചൊരു തലമുറ ആവശ്യമുണ്ട്. നമ്മുടെ ഒരു വിഷയമാണ്, നമ്മളെ ഒത്തിരി കണ്ടും നമ്മൾ ഒത്തിരി കേട്ടുമൊക്കെ നമ്മളങ്ങ് മടുത്തു പോയിരിക്കുക. എന്താ ഈ മർക്കോസ് മടക്കാൻ കാരണം? അഭിഷേകം ഇല്ലാത്തതുകൊണ്ട് മടുത്തതാണോ? എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് മടുത്തതാണോ? ആരോ പറഞ്ഞൊരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മർക്കോസിന്റെ വീട്ടിലാണ്, മാളിക മുറിയിലാണ് ആത്മശക്തി ഇറങ്ങിയതെന്ന്. ആമേൻ. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചതാണ്. ആമേൻ. അദ്ദേഹത്തിന്റെ വീട്ടിലാ ഉണർവ് നടന്നേ. രണ്ടാമത് അവൻ കണ്ടതാ പത്രോസിന്റെ മേൽ തീ ഇറങ്ങുന്നേ. അവൻ കണ്ടതാണ്, ആമേൻ, പത്രോസും യോഹന്നാനും പോകുമ്പം ആമേൻ മുടന്തൻ ചാടി എഴുന്നേൽക്കുന്നേ. അവൻ കണ്ടതാണ് പത്രോസിന്റെ നിഴൽ തട്ടി ആമേൻ രോഗികൾ സൗഖ്യമാകുന്നേ. അവൻ കണ്ടതാണ്, സ്തോത്രം, അത്ഭുതങ്ങളുടെ പരമ്പരകൾ നടക്കുന്നത്.
അവൻ കണ്ടതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അന്ത്യോക്യയിലെ ഉണർവ്. ഈ ഉണർവ് കണ്ട് 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 ഉത്സാഹം പോയി. കേട്ടില്ല, ആരും വേണ്ടിയില്ല. ഈ ഉണർവ് കണ്ട് 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 എന്ത് ചെയ്തു? ഞാന് കുറെ നാളത്തെ ഈ ചർച്ചിന്റെ മീറ്റിങ്ങുകൾ കണ്ട് എനിക്ക് തന്നെ ഞെട്ടലായിപ്പോയി. ഇവിടെ വന്ന ദൈവമനുഷ്യർ, ഇവിടെ വന്ന ശുശ്രൂഷകൾ, ഇവിടെ വെളിപ്പെട്ട ദൈവശക്തി, ഇവിടെ ഇറങ്ങിയ അഭിഷക്തന്മാർ, ആമേൻ, കണ്ട് 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 മടുത്തവരാണോ നമ്മൾ? ആമേൻ, ആമേൻ. കണ്ട് കണ്ട് മടുത്തവരാണോ? ഈ ഉണർവെല്ലാം കണ്ടിട്ട് ഇവനങ്ങ് മടുത്തുപോയി. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവം ഉപയോഗിക്കുന്നവരുടെ കൂടെ നടക്കുമ്പോൾ തന്നെ ഇതിനെ ചെറുതായി കാണരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മർക്കോസിന്റെ മാളികമുറിയിലെ ഉണർവ് കണ്ടതായിരിക്കാം, നീ അന്ത്യോക്യയിലെ ഉണർവ് കണ്ടതായിരിക്കാം. പക്ഷെ ഈ ഉണർവുകൾ നിന്നെ ഒരു ഉന്മേഷത്തിലേക്ക് നടത്തുന്നില്ലെങ്കിൽ കർത്താവിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇത്രയും വചനം, ഇത്രയും ദൂതുകൾ, ഇത്രയും ആലോചനകൾ നിനക്ക് കേട്ടിട്ടും നീ മടുക്കരുത്. ഇന്ന് രാത്രിയിൽ ഒരു ചാർജിങ് നമ്മുടെ മേൽ വരട്ടെ. ഒന്ന് കൈ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്തു ചെയ്തു? മർക്കോസിനെ പൗലോസ് അങ്ങ് തള്ളിക്കളഞ്ഞു. പക്ഷെ അവനെ ചേർത്ത് പിടിക്കാൻ ഒരു ബർന്നബാസ് എഴുന്നേറ്റു. നിങ്ങൾ ശ്രദ്ധിച്ചേ, പിന്നെ ഈ മർക്കോസിനെ കൊണ്ടുപോയത് മാളികമുറിയിലേക്കല്ല. ആമേൻ. ഇവനെ കൊണ്ടുപോയത് പിന്നെ അന്ത്യോക്യയിലേക്കല്ല, ഇവനെ കൊണ്ടുപോയത് കുപ്രോസ് ദ്വീപിലേക്കാണ്. അവിടെ ഉണർവും ഇല്ല, പാട്ടുമില്ല, അവിടെ അഭിഷേകവും ഇല്ല, ആലോചനയും. അവിടെ ഈ ഇടയ്ക്ക് രക്ഷിക്കപ്പെട്ട ജനവാ. അതിൻ്റെ ഇടയിലേക്ക് കൊണ്ടിട്ടപ്പോഴാണ് അവന് മനസ്സിലായേ, ഇത്ര വലിയ അഭിഷേകത്തെ ഞാൻ ഇന്നലെ ഗണ്യമാക്കിയില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിന്റെ മാളികമുറിയിൽ നിന്നെ ഉണർത്തിയില്ലെങ്കിൽ നിന്നെ ഉണർത്താൻ ഒരു കുപ്രോസ് ദൈവം ഒരുക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? രാമയും പറഞ്ഞാട്ടെ. ഓ സ്തോത്രം. മർക്കോസിന്റെ മാളികമുറി നിന്നെ ഉണർത്തിയില്ലെങ്കിൽ ദൈവം നിനക്കായിട്ടൊരു കുപ്രോസ് ദൈവം ഒരുക്കും. ഉണർവില്ലാത്ത, ചലനമില്ലാത്ത, ദൈവ സാന്നിധ്യമില്ലാത്ത അവിടെ അവൻ കിടന്ന് പുതപ്പും കൊണ്ട് മൂടി കിടക്കുമ്പോൾ അവന്റെ അകത്തൊരു ചിന്ത വരികയാണ്, ഇന്നലത്തെ ഉണർവിൽ ഞാൻ പ്രയോജനപ്പെട്ടില്ലല്ലോ, ഇന്നലത്തെ ഉണർവിൽ ഞാൻ ശക്തിപ്പെട്ടില്ലല്ലോ, എനിക്കിങ്ങനെ എന്റെ ജീവിതം തീർക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും എനിക്ക് ചെയ്യണം, എന്തെങ്കിലും എനിക്ക് ചെയ്യണം, ഓ എന്തെങ്കിലും എനിക്ക് ചെയ്യണം. ഇന്നലകളെ കുറിച്ചുള്ള നഷ്ടബോധത്തിൽ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിനക്ക് ദൈവം ഒരു അവസരം തരാൻ പോകുകയാണ്. Glory to God. അവൻ ആ കുപ്രോസ് ദ്വീപിൽ നിന്ന് ചിന്തിച്ചു, അവൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യും? അവൻ എന്റെ അവസരങ്ങൾ പാഴായി പോയല്ലോ, എന്റെ ലക്ഷ്യങ്ങൾ നാമെ നഷ്ടപ്പെട്ടു പോയല്ലോ, എന്റെ സമയങ്ങൾ പാഴായി പോയല്ലോ. അവൻ അങ്ങനെ ചിന്തിച്ച് അവൻ പുതപ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്കാരും ചെയ്യാത്തതൊന്നു ചെയ്യണം, എനിക്കാരും ചെയ്യാത്തതൊന്നു ചെയ്യണം. ഇന്ന് രാത്രിയിൽ ചില അവഗണനകൾ നിനക്കിന്ന് പകൽ ഒരു ആയുധമാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ മറ്റാർക്കും ചെയ്യാത്ത ചിലത് നിനക്ക് ചെയ്യാൻ ഇന്ന് രാത്രിയിൽ ഒരു ദൈവ ദൗത്യം ദൈവം നിന്റെ മേൽ തരും. എനിക്ക് പത്രോസിനെ പോലെ ആകണ്ട, എനിക്ക് പൗലോസിനെ പോലെ ആകണ്ട, എനിക്ക് ബർന്നബാസിനെ പോലെ ആകണ്ട. എനിക്ക് അവർ ചെയ്യാത്തതൊന്നെനിക്ക് ചെയ്യണം, അവർ ചെയ്യാത്തതൊന്നെനിക്ക് ചെയ്യണം. അവൻ ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്തതൊന്ന് എനിക്ക് ചെയ്യണം, ആരും ചെയ്യാത്തതൊന്ന് ചെയ്യണം. അവൻ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവനൊരു ബോധ്യം ദൈവം കൊടുത്തു. അങ്ങനെ അവൻ തന്റെ പേന എടുത്തെഴുതി, സ്തോത്രം, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കുമെന്ന് തുടങ്ങി. അവൻ അങ്ങ് എഴുതി തുടങ്ങി. അങ്ങനെ ആദ്യത്തെ സുവിശേഷമുണ്ടായി. ഇന്ന് രാത്രി അവഗണിക്കപ്പെട്ടവരെ, നിനക്കൊരു ചരിത്രമാകാൻ അവസരമുണ്ട് കേട്ടോ. കൈകളെ ഉയർത്തിയില്ല. എവിടെയൊക്കെയോ ചിലർ തള്ളപ്പെട്ടു പോയി, എവിടെയൊക്കെയോ ചിലർ ഒതുക്കപ്പെട്ടു പോയി, എവിടെയൊക്കെയോ ചിലർ അവഗണിക്കപ്പെട്ടു പോയി. പക്ഷെ ഇന്ന് രാത്രിയിൽ അതിന്റെ മുറിവിൽ നീ നിൽക്കരുത്. ആ മുറിവിനെ നീ ഒരു ഉണർവാക്കി മാറ്റി നീ പ്രാർത്ഥന മുറിയിലേക്ക് കയറി ഒന്ന് സജീവമാകുവാൻ നിനക്ക് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത, മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത ഒന്ന് ഇന്ന് രാത്രിയിൽ നിന്റെ അകത്ത് നിന്ന് ദൈവം ഇന്ന് ജനിപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ഇതിനകത്ത് ആരെയോ ദൈവം ശക്തമായി ഉപയോഗിക്കാൻ പോകുന്നു. മറ്റാരെക്കാളും, മറ്റെന്തിനേക്കാളും, മറ്റാരും ചെയ്യാത്ത ചിലത് ചെയ്യാൻ ഈ ദൂതൻ നിന്റേതാണെങ്കിൽ ഒന്ന് കൈ ഉയർത്തി അതിനൊരു ആമേൻ പറഞ്ഞ്, ഓ ജീസസ്, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ പറഞ്ഞ്, ആമേൻ പറഞ്ഞ്, ആമേൻ പറഞ്ഞ്. നിങ്ങൾ ഇന്ന് രാത്രി ഇതിനൊരു സാധാരണ ദൂതായി നിൽക്കരുത്. ഇന്ന് രാത്രിയിൽ ചിലരെ ചരിത്രമാക്കാൻ പോകുകയാണ്. പത്രോസ് ചെയ്യാത്ത ചിലത് ചെയ്യാൻ, പൗലോസ് ചെയ്യാത്ത ചിലത് ചെയ്യാൻ, യോഹന്നാൻ ചെയ്യാത്ത ചിലത് ചെയ്യാൻ, അവഗണിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട അവൻ മർക്കോസേ, ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. ഇതിനകത്ത് ചില മർക്കോസുമാരെ ദൈവം കാണുന്നു. ഇതിനകത്ത് ചില മർക്കോസുമാരെ ദൈവം കാണുന്നു. എഴുന്നേൽക്കുക. ഇന്നലത്തെ അവഗണനകളെ നീ യേശുവിന്റെ നാമത്തിൽ അതൊരു പദവിയായി കണ്ട്, അതൊരു പോരാട്ടമായി കണ്ട് ഇന്ന് രാത്രി എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ ഒരു വലിയ ശുശ്രൂഷ, വലിയൊരു നിയോഗം നിന്റെ തലമേൽ ദൈവം ഇന്ന് രാത്രി ഇട്ടിരിക്കും. കൈ ഉയർത്തി ആമേൻ. ആമേൻ. ചരിത്രം അവിടെ അവസാനിച്ചില്ല. എന്തോ എനിക്ക് ദൂത് ഇങ്ങനെ വരുന്നു കേട്ടോ. ചരിത്രം അവിടെ അവസാനിച്ചില്ല. തള്ളിക്കളഞ്ഞ പൗലോസ് പിന്നത്തേതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ. കൊലോസ്യ സഭയോട് പറയുക, മർക്കോസ് എന്ന് പറയുന്ന ഒരുത്തൻ വരുന്നുണ്ട്, അവനെ ചേർത്ത് പിടിച്ചോണം, പ്രയോജനപ്പെടും. അവൻ സഭയ്ക്ക് പ്രയോജനമാണ്. ആരും നിന്നെ അവഗണിച്ചോ അവരുടെ നാവിൽ നിന്ന് തന്നെ നീ പ്രയോജനമെന്ന് പറയാൻ പോരല്ലോ. കൈ കണ്ടില്ല, ദൈവ അവസരങ്ങൾ തരും. ദൈവ അവസരങ്ങൾ തരും. കൈകൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആമേൻ, എന്റെ സഹശുശ്രൂഷനായ മർക്കോസ് കൂടെ കൂട്ടി. എന്നാൽ അടുത്തൊരു വാക്കൂടെ ഞാൻ പറയട്ടെ. ആ വാക്കിങ്ങനെയാ. തന്റെ ശുശ്രൂഷ മുഴുവൻ പൂർത്തീകരിച്ചു കഴിയുമ്പോ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, എന്റെ മകനെ തിമോത്തിയോസേ, നീ വേഗം നിന്റെ അടുക്കൽ വരണം. എൻ്റെ അവസാന സമയത്തെ ശുശ്രൂഷയ്ക്ക് എൻ്റെ ഒപ്പം നീ കാണണം. പക്ഷെ നീ വരുമ്പം ആ മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് വരണം. ആരുമില്ല. നീ വരുമ്പം ആ മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അന്ത്യസമയങ്ങളിൽ എൻ്റെ കൂടെ 2 പേർ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതൊന്ന് ആമേൻ തിമോത്തിയോസ് ആണെങ്കിൽ, മറു സൈഡിൽ എൻ്റെ കൂടെ നിൽക്കേണ്ടത് മർക്കോസാണ്. ഇന്ന് രാത്രി അവഗണിക്കപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോ. ഇത് എല്ലാവർക്കുമുള്ള ദൂതല്ല. ഇതിനകത്ത് ചിലർ ഇന്ന് നീറി വന്നിരിപ്പുണ്ട്. അവരോട് പരിശുദ്ധാത്മ പറയുന്ന ഒരു ദൂതാണ്, നീ അവഗണിക്കപ്പെട്ടെങ്കിലും സാരമില്ല, നീ പ്രാർത്ഥനയിൽ പോരാടുക. നിന്നെ ഒരു അത്ഭുത വിഷയമാക്കാൻ ദൈവത്തിന് കഴിയും. കൈ ഉയർത്തി ഹല്ലേലൂയ. തിടുക്കത്തിൽ ഈ തിരുവചനങ്ങളൊന്ന് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ സന്ദേശം ഇതാണ്. നിങ്ങൾ വലിയ ദൗത്യമുള്ളത് കൊണ്ട്, വലിയ ലക്ഷ്യമുള്ളത് കൊണ്ട്, വലിയ നിയോഗമുള്ളത് കൊണ്ട് നിങ്ങൾ ഉത്സാഹത്തിൽ മടുക്കരുത്. ആത്മാവിൻ്റെ എരിവ് കളയരുത്. അതിൽ നിന്ന് ഒരു സന്ദേശം മാത്രം ഇന്ന് രാത്രിയിൽ പങ്കുവെച്ച് പ്രാർത്ഥിക്കാം. മടുക്കരുത്. ആത്മീയ ജീവിതത്തിൽ വ്യക്തികൾക്ക് അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് മടുപ്പ് വരും. എവിടെയൊക്കെ മടുപ്പ് വരും? ഒന്ന്, ഉത്സാഹത്തിൽ മടുപ്പ് വരും. രക്ഷിക്കപ്പെട്ട ആദ്യത്തെ ദിനങ്ങളിലുള്ള നമ്മുടെ പാട്ട്, നമ്മുടെ പ്രാർത്ഥന എന്തൊക്കെയായിരുന്നു അല്ലേ? എല്ലാത്തിനെയും സ്ഥാനപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചായിരുന്നു നമ്മളൊക്കെ. ആമേൻ. പക്ഷെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ഉത്സാഹത്തിന് മടുപ്പ് വരാം, ഉണ്ടാകരുത്. 2 ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ പറയുന്നു, പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകാം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഉത്സാഹത്തിന് മടുപ്പ് വരാം, പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകാം. ആത്മീയ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ മടുപ്പ് നമ്മുടെ മേൽ ബാധിച്ചാൽ നമുക്കധിക ദൂരങ്ങൾ ഓടുവാൻ കഴിയാതെ വരും. ഈ ആത്മീയ സംഗമത്തിൻ്റെയൊക്കെ പിൻപിൽ, ഇതുപോലെയൊക്കെ പ്രസംഗങ്ങൾ നടത്തുന്നതിന് പിൻപിൽ ഒന്നും കൂടെ പരിശുദ്ധാത്മാ നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടെ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. പിന്നെ എങ്ങനെ നമുക്ക് ഈ മടുപ്പ് വരാം?
പത്രോസിന്റെ ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നു, ലോത്തിന് പറ്റിയ ഒരു അപകടം, പലതും കണ്ടും കേട്ടും നമുക്ക് മടുപ്പ് വരും. ആത്മലോകത്തിൽ നടക്കുന്ന പലതും കണ്ട് കേട്ട്, സമൂഹത്തിൽ നടക്കുന്ന പലതും കണ്ടും കേട്ട് വലഞ്ഞു പോകാനും മടുത്തു പോകാനും സാധ്യതയേറെയാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ഒരു ദൂത്, നിങ്ങൾ മടുക്കരുതെന്നാണ്. കൈകളെ ഉയർത്തി ഒരിക്കൽ കൂടി ആമേൻ പറഞ്ഞാട്ട്. ദൈവം ശക്തമായി ഉപയോഗിക്കുവാൻ തിരഞ്ഞെടുക്ക ചിലർ ഇന്നലകളിൽ നേരിട്ട ചില സാഹചര്യങ്ങൾ കണ്ട് ഇറങ്ങിത്തിരിച്ചതിൻ്റെ തീവ്രത നഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചതുപോലെയൊന്നും ലഭിക്കാതെ വന്നതുകൊണ്ട് ആത്മലോകത്തിൽ കണ്ട പല തകർച്ചകളും അറിഞ്ഞ് മടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ കർത്താവ് അവരെ ഒന്ന് ചാർജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ഞാനിത് പറയുമ്പോൾ നമുക്ക് മാത്രമല്ല ഈ മടുപ്പ്, ഇന്നലകളിൽ ദൈവത്തിൻ്റെ കൂടെ നടന്ന പലർക്കും ഈ മടുപ്പുണ്ടായിട്ടുണ്ട്. അതിലൊരു മനുഷ്യനാണ് അബ്രഹാം. ഞാൻ ഈ ദൂതുകളിലേക്കെല്ലാം ഇറങ്ങുന്നത് ഇതിനകത്തൂടെ ദൈവം ചില വ്യക്തികളെ വിവേചിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അബ്രഹാമിന് ഒരു മടുപ്പ് നേരിട്ടത് ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ കാണാം. സോദോം രാജാവിനെ പിടിച്ചടക്കി ജയിച്ചു വരുന്ന അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്റെ പരിച, നിന്റെ അതിമഹത്തായ പ്രതിഫലം. ഇത് കേട്ടതിന് തൊട്ടുപുറകെ അബ്രഹാം പറഞ്ഞൊരു കാര്യം, പരിച കൊണ്ട് എന്താ ഗുണം, പ്രതിഫലമായിട്ട് എന്താ കാര്യം, എനിക്കൊരു തലമുറയില്ലല്ലോ. ആ വാക്കിന്റെ അർത്ഥം അവൻ മടുത്തുപോയി. ഹല്ലേലൂയ. കേട്ട ദൂതുകളൊക്കെ നിവർത്തിക്കാതെ വരുമ്പോൾ ഉൾത്തടങ്ങളിൽ മടുപ്പുകൾ വരാം. കേട്ട ആലോചനകളൊക്കെ അതിന്റെ പൂർണ്ണതയിൽ എത്താതെ വരുമ്പോൾ നമ്മുടെ ഉള്ളത്തിലൊരു ചിന്ത വരാം, സ്തോത്രം, ഇതൊന്നും നടക്കത്തില്ല, ഇതിനകത്തൊന്നും കഥയില്ല. അങ്ങനെ മടുത്തുപോയൊരു അബ്രഹാം ഇന്നലത്തെ ദൂതന്തിയെ, ഇന്നലെ ഒറ്റയ്ക്ക് എന്നെ വിളിച്ചു വേർതിരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വാക്തത്വം എന്തിയെ, ഞാൻ വൃദ്ധനായിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു, എന്തിയെ വാക്തത്വം. നിങ്ങൾ ചിന്തിക്കും, എന്തിനിന്ന് രാത്രിയിൽ ഈ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു? ഞാൻ വേദപുസ്തകത്തിലേക്ക് നോക്കിയപ്പോൾ ഉൽപ്പത്തി 12-ാം അധ്യായം മുതൽ 25-ാം അധ്യായം വരെ ഒരു മനുഷ്യന്റെ പുറകെ ക്യാമറ പിടിച്ച് നിൽക്കുന്ന ഒരു ദൈവം. ഭൂമിയെയും ഉൽപ്പത്തിയെയും കുറിച്ച് പറയാൻ ഒരധ്യായത്തിന്റെ ചില വാക്കുകൾ മാത്രം ചെലവഴിച്ചപ്പോൾ ഒരു മനുഷ്യന്റെ പുറകെ അവൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ചിന്തിക്കുന്നതും പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം. അപ്പോൾ ആ മനുഷ്യൻ ആത്മലോകത്തിൽ ഒരു അസറ്റാണ്. ആ മനുഷ്യൻ മടുത്തുപോയി. ദൂതുകൾ നടക്കാതെ വന്നപ്പോൾ മടുത്തുപോയി. കേട്ട ദൂതുകൾ നിവർത്തിക്കാതെ വന്നപ്പോൾ മടുത്തുപോയി. ദൈവശബ്ദത്തോട് അവൻ പ്രതികരിക്കുന്നത് കണ്ടു. ആമേൻ, ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇന്ന് രാത്രിയിൽ ഇതുപോലെ ആവേശത്തോടെ പലതും വിട്ട് ഇറങ്ങിത്തിരിച്ചവർ, കേട്ട ദൂതുകളും അറിഞ്ഞ വാക്തത്വങ്ങളും നടക്കാതെ ഇന്ന് രാത്രി മടുത്തിരിപ്പുണ്ടെങ്കിൽ നിന്നോടാ ദൈവാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നേ. നീ വലിയ വിളിയുള്ളൊരു മനുഷ്യനാ. വലിയ നിയോഗം നിന്റെ തലമേൽ കിടപ്പുണ്ട്. വലിയ ദൈവപദ്ധതിയുടെ തീവ്രത നിന്റെ തലമേൽ ദൈവം വെച്ചിട്ടുണ്ട്. നീ കേട്ട ദൂതുകൾ നടക്കും, അത് ഉറപ്പാണ്. പക്ഷെ ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രിയിൽ ദൈവം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ പറഞ്ഞ ദൂതുകൾ നിവർത്തിക്കുമെന്ന് നിനക്ക് സംശയമാണല്ലേ? അങ്ങനെയാണെങ്കിൽ നിന്റെ സംശയം മാറ്റാൻ ഞാൻ നീയുമായിട്ട് ചെയ്യുന്നത് ഇനി ഒരു വാക്തത്വം തരികയല്ല, ഇനി ഒരു ദൂത് തരികയല്ല, മറിച്ച് ഞാൻ നീയുമായിട്ടൊരു ഉടമ്പടി ചെയ്യുകയാണ്. അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് മടുപ്പുകൾ മാറ്റുന്നതാണ് ഉടമ്പടി. ഇന്ന് രാത്രിയിൽ ചിലരുമായി ദൈവം ഉടമ്പടി ചെയ്യാൻ പോകുകയാണ്.
കൈകളെ ഒന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചോ. ആമേൻ, സ്തോത്രം. നിനക്കിന്ന് രാത്രിയിൽ ഒരു ദൂതല്ല ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്, ഒരു വാഗ്ദത്തമല്ല തരാൻ ആഗ്രഹിക്കുന്നത്. നീയുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. അബ്രഹാമേ, നിനക്ക് സംശയമാണെങ്കിൽ നിനക്കും നമുക്ക് തമ്മിൽ ഉടമ്പടി ചെയ്യാം. ഒരു മൃഗത്തെ കൊണ്ട് അതിന്റെ നടുവിലൂടെ നടന്ന് അബ്രഹാമിനോടുള്ള ഉടമ്പടിയെ ദൈവം ഉറപ്പിക്കുകയാണ്. എന്താണ് ഈ ഉടമ്പടിയുടെ പ്രത്യേകത? ഉടമ്പടിയിൽ ഒരു യാഗത്തെ മുറിച്ച് അതിന്റെ ഇടവഴിയിലൂടെ നടക്കും. അത് നടക്കുമ്പോൾ ഏകദേശം 8 പോലത്തെ ഒരു നടപ്പാണ് നടക്കുന്നത്. അതിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അതിന്റെ അർത്ഥം, ഈ ഉടമ്പടി ചെയ്താൽ നീ മാറത്തില്ല, ഞാനും മാറത്തില്ല, മാറുന്നവൻ ഇതുപോലെ മരിക്കും. അതുകൊണ്ട് ഇത് ഉടമ്പടി ബന്ധമാണ്. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന നിന്നോട് ഞാൻ ദൂത് പറയുന്നു, നീയും ദൈവം തമ്മിലുള്ള ബന്ധം അത് പ്രവചനത്തിന്റെ ബന്ധമല്ല, അതൊരു ദൂതിന്റെ ബന്ധമല്ല, അതൊരു വാഗ്ദത്തത്തിന്റെ ബന്ധമല്ല, അതൊരു ഉടമ്പടിയുടെ ബന്ധമാണ്. കാൽവറിയിൽ തന്റെ പുത്രനെ തല്ലി തകർത്ത് അവന്റെ അവസാനത്തുള്ളി രക്തവും അവന്റെ ചങ്ക് കീറി ചുടുരക്തം നിനക്ക് വേണ്ടി ഊറ്റിത്തന്ന് നീയുമായിട്ട് അവൻ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് കൈ ഉയർത്തി വിളിച്ചു പറയാം, പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ ഇളകി മാറിയാലും എന്നോടുള്ള അവന്റെ സമാധാനത്തിന്റെ നിയമം മാറുകയില്ല. ആമേൻ. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ മടുപ്പുകൾ മാറണമെങ്കിൽ നീ ഉടമ്പടിയുടെ ബന്ധത്തിൽ കയറണം. ഹല്ലേലൂയ. കൈ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ആ ഉടമ്പടിയുടെ ബന്ധം എന്ന് പറയുന്നത് കൽവറിയുടെ ഉടമ്പടിയുടെ ബന്ധമാണ്. ഇന്ന് രാത്രിയിൽ മറ്റു പലതിലും ആയിരിക്കരുത് നീ ഫോക്കസ്ഡ് ആയിരിക്കേണ്ടത്. മറ്റു പലതും നോക്കിയായിരിക്കരുത് നീ നിന്റെ വാഗ്ദത്തത്തെ കാണേണ്ടത്. കാൽവറിയിൽ നിനക്ക് വേണ്ടി ഊറ്റിത്തന്ന ആ രക്തത്തെ നോക്കിക്കൊണ്ടായിരിക്കണം നിന്റെ വാഗ്ദത്തത്തിന്റെ ചുവട് വെക്കേണ്ടത്. മാറ്റമില്ല കേട്ടോ. ഇന്ന് രാത്രിയിൽ ആമേൻ, ഉടമ്പടി ബന്ധത്തിൽ നിൽക്കുന്നവർ ബലപ്പെടട്ടെ. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. എനിക്ക് ഈ സന്ദേശം നിങ്ങളുടെ അകത്തേക്ക് പെട്ടെന്ന് കൊണ്ടുവരണം. അബ്രഹാമിന്റെ മടപ്പ് മാറ്റുന്നത് ഉടമ്പടിയുടെ ദൂതന. ഞാൻ ഇന്നലകളിൽ ഈ വചനം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, 15-ാം അധ്യായത്തിൽ ഈ ഉടമ്പടിക്ക് ശേഷം 16-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം ഇടപെടുകയാ. അപ്പോൾ അവന് വയസ്സ് 76. പിന്നെ ദൈവം അവനോട് ഇടപെടുന്നത് 18-ാം അധ്യായത്തിലാ. 18-ാം അധ്യായത്തിൽ ദൈവം അവനോട് ഇടപെടുമ്പോൾ വയസ്സ് 99. കേട്ടില്ല, 76-ൽ ഇടപെട്ട ശേഷം പിന്നെ ബൈബിളിൽ അബ്രഹാമിനോട് ഇടപെടുന്നത് കാണുന്നത് 99-ാമത്തെ വർഷമാ, വയസ്സിലാ. അതിന്റെ അർത്ഥം 23 വർഷം ദൈവത്തിന്റെ ഇടപെടൽ ഇല്ലാഞ്ഞിട്ടും അവൻ പിടിച്ചു നിന്നില്ലേ? ആരെങ്കിലും ഉണ്ടെങ്കിൽ രാമയും പറഞ്ഞാട്ടെ. ഓ ജീസസ് ലോർഡ്. ഓരോ വാക്യങ്ങൾ എടുത്തെടുത്ത് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ ബൈബിൾ വായിക്കാതെ ഇവിടെ കാണാൻ പറ്റും. 16-ന്റെ അവസാന വാക്കിൽ പറയുന്നു, ദൈവം അബ്രഹാമിനോട് ഇടപെടുമ്പോൾ 76-ാമത്തെ വയസ്സ്. എന്നാൽ അടുത്ത ഇടപെടൽ നടക്കുന്നത് 99-ാമത്തെ വയസ്സിലാണ്. അതിൻ്റെ ഇടയിലുള്ള 23 വർഷവും ഒരു ഇടപെടലില്ല, ഒരു ദർശനമില്ല, ഒരു സംഭവം അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ അവൻ അണുവിട ചലിച്ചിട്ടില്ല. അവൻ അറിയാം ഉടമ്പടിയുടെ ബന്ധം അത്ര ഉറപ്പുള്ളതാണ്. ഓ ജീസസ്, ജീസസ്. നിന്നോട് എന്നും ബലപ്പെടുത്താൻ ആലോചകർ വന്നില്ലെന്ന് വരാം, നിന്നോട് എന്നും ദൂത് പറയാൻ പ്രവാചകർ വന്നില്ലെന്ന് വരാം, നിന്നോട് എന്നും ആലോചന തരാൻ ഒരു അഭിഷക്തനെ അയച്ചില്ലെന്ന് വരാം. പക്ഷെ നീ ഉടമ്പടി ബന്ധത്തിലാണെങ്കിൽ വർഷങ്ങൾ കടന്നാലും നീ അവിടെ തന്നെ കണ്ടിരിക്കും. ഇന്ന് രാത്രിയിൽ നിന്റെ ഉറപ്പ് കാൽവറിയുടെ ഉടമ്പടിയിലായിരിക്കട്ടെ. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. ശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടും. ആമേൻ. അപ്പോൾ അവന്റെ അബ്രഹാമിന്റെ മടുപ്പ് മാറ്റാൻ ദൈവം കൊടുത്തത് ഒരു ഉടമ്പടിയുടെ ഉറപ്പാണ്. തൊട്ടു താഴെ അടുത്തൊരു മനുഷ്യനെ കാണാം, പേര് യാക്കോബ്. യാക്കോബിന്റെ ചരിത്രത്തിൽ ഒരു ദൂത് കൂടെ എനിക്ക് പറയാനുണ്ട്. യാക്കോബിന്റെ ജീവിതത്തിൽ പോരാട്ടങ്ങളുടെ ജീവിതമാണ്. അമ്മയുടെ ഉദരത്തിൽ മുതൽ പോരാട്ടം. ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ജ്യേഷ്ഠന്റെ കാലെ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നവൻ, പോരാട്ട വീര്യമുള്ള ഒരുത്തൻ. അവിടുന്ന് അവൻ പോരാടി ഇറങ്ങി വരുമ്പോൾ
ജ്യേഷ്ഠൻ വിശപ്പിന് വേണ്ടി ജന്മാവകാശം കൊടുക്കുമ്പോൾ, ജ്യേഷ്ഠാവകാശം കൊടുക്കുമ്പോൾ വിശപ്പ് സഹിച്ചവൻ പോരാടി ജ്യേഷ്ഠാവകാശം വാങ്ങുന്നു. പോരാട്ട വീര്യമുള്ള മനുഷ്യൻ. പിന്നത്തേതിലേക്ക് നോക്കുമ്പോൾ ജ്യേഷ്ഠാവകാശം അവൻ വാങ്ങുന്നു. തനിച്ചുള്ള യാത്ര, നീണ്ട 20 വർഷങ്ങൾ ലാബാന്റെ വീട്ടിൽ ഒരു പോരാട്ട ജീവിതം. ആ പോരാട്ടത്തിന്റെ ഒടുവിൽ യാത്ര തിരിക്കുമ്പോൾ മുൻപിലിതാ കൊല്ലുവാൻ വരുന്ന യേശാവ്, പുറകിലിതാ പിടിച്ചുകൊണ്ടു പോകാൻ വരുന്ന ലാബാൻ. അത്രയും പോരാട്ടത്തിന് മുഖത്ത് നിന്ന് അവൻ യാബോക്കിന്റെ തീരത്തേക്ക് ഇറങ്ങി ദൈവത്തോട് പോരാടുകയാണ്. അവന്റെ ചരിത്രത്തിൽ അവൻ പറയും, ഞാനൊരു പോരാളിയാണ്. ഇന്ന് രാത്രി ഇതിനകത്ത് ചില പോരാളികളെ ദൈവം കാണുന്നുണ്ട്. കൈകളെ ഉയർത്തി ആമേൻ പറയാൻ പറ്റുമെങ്കിൽ, ഒരു ജീവിത സാഹചര്യത്തോടും വിട്ടുവീഴ്ച ചെയ്യാതെ, ഒരു ജീവിതത്തിൽ വരുന്ന സാഹചര്യത്തോടും താഴ്ത്തിക്കൊടുക്കാതെ ദൈവം തന്നതിന് വേണ്ടി പോരാടുന്നവർ. എന്നാൽ ഈ പോരാട്ട വീര്യത്തിൽ ജയിച്ചു കയറി യാബോക്കിൽ നിന്ന് പോകുന്ന യാക്കോബ്, ആമേൻ, തുടർന്നു പോകുമ്പോൾ കാണാം തന്റെ മകളുടെ നഷ്ടം, 2 തലമുറകളുടെ ശാപം. അതുമായിട്ട് മുമ്പോട്ട് പോകുമ്പോ തന്റെ ജീവിതത്തിന്റെ വീര്യം കെടുത്തിയ ഒരു സംഭവമുണ്ട്. തന്റെ ഏറ്റവും ഇഷ്ടപുത്രനായിരിക്കുന്ന ജോസേഫിന്റെ മരണവാർത്ത. ഇന്നലകളിൽ പോരാട്ട വീര്യമുള്ളവൻ സ്വയം അകത്തേക്ക് വലിയുകയാ. കാരണം അവന്റെ വീര്യം നഷ്ടപ്പെട്ടു പോയി. നിന്റെ ജീവിതത്തിൽ വന്ന ചില ഇൻസിഡന്റുകൾ, നീ കേട്ട ചില വാർത്തകൾ ഇന്നലത്തെ നിന്റെ വീര്യം കെടുത്തിയോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ യാക്കോബിന്റെ വാക്കുകൾ പിന്നെ നിരാശയുടെ വാക്കുകളാ. എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് വിടും, ഞാൻ നിരാശയുള്ളവനാ. പിന്നെ നിങ്ങൾ കാണുന്നത് നിരാശപ്പെട്ട് നിൽക്കുന്ന ഒരു യാക്കോബിനെയാ. മടുത്തുപോയൊരു യാക്കോബ്. മടുത്തുപോയ യാക്കോബ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. അവന് പിന്നെ പേടിയാ സകലതും. തന്റെ സഹോദരന്, തന്റെ മകനായിരിക്കുന്ന ബെന്യാമിൻ നഷ്ടപ്പെട്ടു പോകുമോ? മടുപ്പും ഭയവും കയറി വാക്തത്വമുള്ളൊരു മനുഷ്യൻ മടുത്തിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്നെ ഇങ്ങനെ ഒത്തിരി നാൾ ഡിപ്രഷനിലും ആൻസൈറ്റിയിലും നിർത്താൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും. ആരും ഏറ്റെടുക്കണ്ട. ദൂത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാണ്ട്, നീ അങ്ങനെ തളർന്നിരിക്കാൻ, നീ അങ്ങനെ മയങ്ങിയിരിക്കാൻ, നീ അങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ദൈവം അധിക നാളൊന്നും അനുവദിക്കത്തില്ല. നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ചിലത് ചെയ്തിരിക്കും. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. കാരണം നിന്റെ തലമേൽ വാക്തത്വമുണ്ടെന്ന്, നിന്റെ തലമേൽ ദൈവത്തിന്റെ ദൂതുകൾ ഉണ്ടെന്ന്, നിന്നെ മുൻനിർത്തി ദൈവത്തിനൊരു ഉണർവിനെ ആരംഭിക്കേണ്ടതുണ്ട്. നിന്നിലൂടെ ചില വലിയ പ്രവർത്തികൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നു. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. എന്നാൽ യാക്കോബേ, നീ ഇപ്പോൾ കേട്ടത് പലതും കള്ളമാ. ഞാൻ ഇന്ന് രാത്രി പറയാം, നീ വിശ്വസിക്കുന്ന പലതും കള്ളവാകട്ടോ. നിന്റെ മകൻ മരിച്ചുപോയ കള്ളവാ. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയാം, കള്ളങ്ങൾ തകർത്ത ഒത്തിരി കുടുംബങ്ങൾ, ശുശ്രൂഷകൾ കള്ളം തകർത്തു. അനേക പൊളിവാക്കുകൾ പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിച്ച് നിന്റെ മേലിട്ട നിയോഗത്തെ പിശാച് കവർന്നുകളെങ്കിൽ ദൈവത്തിനെ തിരിച്ചു പിടിക്കാൻ നിനക്കൊരവസരത്തെ തന്നിരിക്കും. കൈകളെ ഉയർത്താൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് നീ അനുഭവിക്കുന്ന ഈ വേദന പിൻപിൽ ചില കള്ളങ്ങളില്ലേ? നിന്റെ കുടുംബം തകർന്നതിന് മുമ്പിൽ ചിലർ പറഞ്ഞ ചില കള്ളങ്ങളില്ലേ? ചില നഗ്ന സത്യങ്ങളില്ലേ? അർത്ഥസത്യങ്ങളില്ലേ? പിശാച് എത്ര പേരെ കള്ളങ്ങളിൽ തകർത്തു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറയാം, കള്ളങ്ങൾക്ക് ഒത്തിരി നേരമൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അത് പൊളിഞ്ഞിരിക്കും. ആമേൻ പറഞ്ഞില്ല, അത് പൊളിഞ്ഞിരിക്കും. ഇന്ന് രാത്രി ചില കള്ളങ്ങൾ പൊളിയാൻ പോകുകയാ. കൈ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. കള്ളങ്ങൾ ശബ്ദം ഉയർത്തി ചില കുടുംബത്തിന് വിരോധമായി, ചില വ്യക്തികൾക്ക് വിരോധമായി, ചില ശുശ്രൂഷകന്മാർക്ക് വിരോധമായി പിശാച് നെയ്ത് കൂട്ടിയ ചില കള്ളങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പൊട്ടിച്ച് പ്രാർത്ഥിക്കുന്നു. കൈ ഒന്ന് അടിച്ച് ആമേൻ പറഞ്ഞാട്ടെ.
ഓ ജീസസ്, ആമേൻ. ജോസഫ് മരിച്ചുപോയി. കള്ളമാ, അത് കള്ളമാണെന്നേ. നിന്റെ ശരീരത്തിൽ രോഗമാ, നീ മരിച്ചു പോകും, കള്ളമാണെന്നേ. നിന്റെ കുടുംബം കടക്കണിയിൽ തകർന്നു പോവും, കള്ളമാണെന്നേ. നിന്റെ തലമുറകൾ വഴിയാധാരമാവും, കള്ളമാണെന്നേ. ഓ ജീസസ് ലോർഡ്, നിന്റെ ഇന്നത്തെ ജീവിതം തകർന്നു പോവും, കള്ളമാണെന്നേ. നീ വാ തുറന്ന് പറ, എന്റെ മക്കളുടെ സമാധാനം വലുതായിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. നീതിമാൻ, ആമേൻ, ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. യഹോവ റാഫ, എന്നെ സൗഖ്യമാക്കുന്നവനാണ് അവൻ. വിശ്വസിക്കുന്നവർ കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. രോഗം മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. മരണം മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. കുടുംബ തകർച്ചകൾ മാറ്റുമെന്ന് പറയുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. തലമുറകളെ തരുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു എന്ന് പറയാൻ എനിക്ക് പറ്റും. ആ കൈ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞോട്ടെ. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില കള്ളങ്ങൾ പൊളിയുകയാണ്. നിന്നെ ഇരുത്തിക്കളഞ്ഞ, നിന്നെ മടിപ്പിച്ചു കളഞ്ഞ, നിന്നെ ഒതുക്കിക്കളഞ്ഞ ചില കള്ളങ്ങൾ പൊളിഞ്ഞിരിക്കും യേശുവിന്റെ നാമത്തിൽ. കള്ളങ്ങൾ തകർത്തൊരു മനുഷ്യൻ, അതാണ് യോസേഫ്. കള്ളങ്ങൾ തകർത്തൊരു മനുഷ്യൻ. പെട്ടെന്ന് ഇതൂത് പറയാം, എന്തോ ദൈവത്തിന്റെ ഇടപെടലുണ്ട്. ഒരു തുണിയെടുത്തുകൊണ്ട് വന്ന് ഇവൻ തെറ്റുകാരനെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ അവന്റെ തലയെ താഴ്ത്തി. എന്നാൽ പിന്നത്തേതിൽ ദൈവം ഉയർത്തിയവനെ കൊട്ടാരത്തിലെത്തിച്ചു. കൊട്ടാരത്തിലെത്തുമ്പോഴും താഴ്വാരങ്ങളൊരു സംസാരമുണ്ട്, അവൻ ശരിയല്ല, ആള് മോശമാ. പക്ഷെ ദൈവം അത് തെളിയിച്ചില്ല കേട്ടോ. ഞാൻ നിന്നോട് പറയുന്നു, നിനെക്കുറിച്ച് പറയുന്നതൊന്നും നീ തെളിയിക്കണ്ട. മേൻ, കൈകൾ ഉയർത്തി രാമേൻ പറഞ്ഞിട്ട്, നിന്നെക്കുറിച്ച് പറയുന്ന ഒന്നും നീ തെളിയിക്കണ്ട. കൈ ഉയർത്തി രാമേൻ പറഞ്ഞിട്ട്, നിന്നെക്കുറിച്ച് പറയുന്നതൊന്നും നീ തെളിയിക്കണ്ട. തെളിയിച്ചൊന്നും ആരുടെയും ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും തെളിയിക്കാൻ നോക്കിയാൽ അതിനകത്തൂടെ അവരെ കുറ്റം കണ്ടെത്തും. പിശാചിന് ഒറ്റ കാര്യമുള്ളൂ, നിന്നെ തകർക്കുവാൻ അവൻ പലതും മെനഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നീ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ചിലരുടെ നാവിനോട് ദൈവം പറയുന്നു മിണ്ടാതിരിക്കുക. നിന്റെ കുടുംബത്തിന് നേരെ നേരിടുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ നീ മിണ്ടാതിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ ഉത്തരങ്ങൾ വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് രാത്രി ഒരു ദൂത് ഇതിനകത്ത് പ്രകാശിക്കുകയാണ്. കൈകളെ ഉയർത്തി ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ജോസഫ് കൊട്ടാരത്തിലെത്തി, കള്ളം തെളിഞ്ഞില്ല, അവൻ അങ്ങനെ തന്നെ മരിച്ചു. തെളിയപ്പെടാതെ മരിച്ചു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഒരു മോശയെ ദൈവം വിളിച്ചു. മരുഭൂമിയുടെ യാത്രയിൽ മരുഭൂമിയിൽ വെച്ച് മോശയോട് പറഞ്ഞു, നീ പർവ്വതത്തിൽ കയറി വരിക. പർവ്വതത്തിൽ കയറി വന്ന് ഇരിക്കുമ്പോൾ ദൈവം മോശയോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചത് എന്താണെന്നറിയാമോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവം നിന്നോട് സംസാരിക്കുന്നത് ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണ്. ആമേൻ, നാമേ പറഞ്ഞാട്ടെ. നിന്റെ വിഷയങ്ങളെ കുറിച്ചേ ആയിരിക്കത്തില്ല ദൈവം സംസാരിക്കുന്നേ, മറിച്ച് നിന്റെ ബുദ്ധിക്കൊക്കാത്ത വൻ കാര്യങ്ങളെ ദൈവം നിന്നോട് സംസാരിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. തിളച്ച എണ്ണയിൽ വീണിട്ട് പത്മോസിൽ കിടക്കുന്ന യോഹന്നാനോട് എണ്ണയ്ക്ക് ചൂടുണ്ടോ എന്ന് ദൈവം സംസാരിച്ചില്ല. നീ ആമേൻ കണ്ണുകൾ കൊത്തിപ്പറിക്കുന്ന പത്മോസിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ല. അവനോട് പറഞ്ഞു, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിന്നോട് അറിയിക്കാം. അതിന്റെ അർത്ഥം നിന്റെ വിഷയത്തിന്റെ നടുവിൽ നിനക്ക് ബുദ്ധിക്കൊക്കാത്ത വൻ കാര്യങ്ങൾ ദൈവം നിന്നോട് സംസാരിക്കും. കൈകളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ ഈ പ്രശ്നങ്ങൾ ഒരു വലിയ ശുശ്രൂഷയായി പൊങ്ങി വരും. മോശയോട് സംസാരിക്കുക. ആദിയിൽ പറഞ്ഞ് ഏദനിലെത്തി ആദാമിനെ കുറിച്ച് സംസാരിച്ച്, നോഹയെ കുറിച്ച് സംസാരിച്ച്,
അബ്രഹാമിനെ കുറിച്ച് സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത് മോശയാണ്. അത് എഴുതിയത് ദൈവം പറഞ്ഞു കൊടുത്ത. അങ്ങനെ എഴുതി അബ്രഹാമിലെത്തിയിട്ട് ഇസഹാക്കിലെത്തിയിട്ട് യാക്കോബിലെത്തിയിട്ട് യോസെഫിലെത്തിയിട്ട് പറഞ്ഞു, പോകരുത്, ഒരു കാഴ്ച നീ കണ്ടോ, എഴുതിക്കോ. ദേ പൊത്തിപ്പേറിന്റെ വീട്ടിലേക്ക് അവൻ കയറുന്നു. സ്തോത്രം. അവൾ അവനെ കയറി പിടിക്കുന്നു. വസ്ത്രമിട്ടിട്ട് അവൻ ഓടിപ്പോകുന്നു. ഇതെഴുത്. ഇത് നൂറ്റാണ്ടുകളിൽ മറഞ്ഞു കിടന്നൊരു കള്ളത്തരമാണ്. ലോകം അറിയട്ടെ സത്യം. ആർക്കും മനസ്സിലായില്ലല്ലോ. ആമേൻ, ആമേൻ. ഇത് എഴുതുമ്പോൾ ആമേൻ ജോസഫ് ജീവനോടില്ല, പക്ഷെ അവന്റെ അസ്ഥികൾ അതിന്റെ കൂടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. നിന്റെ അസ്ഥികൾ എങ്കിലും നിന്റെ സത്യങ്ങൾ ആമേൻ ആമേൻ വെളിപ്പെടുന്നത് അറിഞ്ഞിരിക്കും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, പല വർഷങ്ങളായി ചില കള്ളങ്ങൾ കൊണ്ട് മെനഞ്ഞു വെച്ച് നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും നിന്റെ ശുശ്രൂഷകളെയും കെട്ടിവെച്ച് കെട്ടുകളെ ദൈവം പൊട്ടിച്ചിട്ട് അതിന്റെ നടുവിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിനെ ഞാൻ ഇന്ന് രാത്രിയിൽ കാണുന്നു. കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ആമേൻ, ആമേൻ. എത്ര പേർ സ്തോത്രം ചെയ്യുന്നു? യാക്കോബേ, നീ വിശ്വസിച്ചത് കള്ളമാണ്. നിന്റെ മകൻ മരിച്ചിട്ടില്ല. പക്ഷെ ഇതോർത്ത് തകർന്നിരിക്കുമ്പോൾ അടുത്ത നിമിഷം നിങ്ങൾ കാണുന്ന ചരിത്രം, ജോസഫ് അയച്ച രഥം അത് കണ്ടപ്പോൾ അടുത്ത വാക്ക് പറയുന്നു, യാക്കോബിന് ചൈതന്യം വന്നു. വേറൊരു ട്രാൻസാക്ഷൻ കിടക്കുന്നത്, അവൻ റിവൈവ്ഡായി. എന്താണ് ഇന്ന് രാത്രി എന്റെ ദൂത്? നിന്നെ ഉണർവിലേക്ക് നയിക്കാൻ ദൈവം ചിലത് അയക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ രാമ്യം പറഞ്ഞാട്ടെ. നിന്നെ കുഴിയിൽ നിന്ന് പൊക്കാൻ ദൈവം ചിലത് അയക്കും. നിന്നെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ ദൈവം ചിലത് അയക്കും. നിന്നെ ആത്മാവിൽ ഒന്ന് കത്തിക്കാൻ ദൈവം ചിലത് അയക്കും. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്നെ ഉണർത്താൻ ദൈവം എന്തൊക്കെയോ അയക്കാൻ പോകുകയാണ്. നീ ഇന്ന് കിടക്കുന്ന ഇടത്തു നിന്ന് നിന്നെ ചാടി എഴുന്നേൽപ്പിക്കുന്ന ചിലതിനെ ദൈവം അയക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കൈ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ആമേൻ. യോസേഫ് അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ അവന് ചൈതന്യം വന്നു. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, അവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇസ്രായേൽ പറഞ്ഞു ആരാധനയ്ക്ക് പോകാം. അവൻ പോയി യാഗം കഴിച്ചു, ദൈവശബ്ദം കേട്ടു. അവൻ വീണ്ടും രഥത്തിൽ കയറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ഞാൻ ഇന്ന് രാത്രി പറയുന്ന ദൂതാണ്, നിന്റെ മടുപ്പ് മാറ്റാൻ ദൈവം ചിലത് അയക്കും. ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആമയും പറഞ്ഞാട്ട്. എങ്കിലും ഈ ദൂതനിക്ക് നിങ്ങളുടെ അകത്തോട്ട് കൊണ്ടുവരണമെന്ന് അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാ, നീ ചതഞ്ഞു കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ മയങ്ങിക്കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ക്ഷീണിച്ച് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ചെറിയ ചില പ്രതിസന്ധിക്കകത്ത് ഒളിഞ്ഞിരിക്കാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. നിന്നെ ദൈവം പൊക്കും ഉണർവിലേക്ക്, നിന്നെ ആത്മശക്തിയിലേക്ക് പൊക്കും. രാജ്യങ്ങളെ നേടാൻ, ദേശങ്ങളെ പിടിച്ചടക്കാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. കാരണം നീ വാഗ്ദത്ത സന്തതിയാണ്, നീ ഉണർവിന്റെ വ്യക്തിയാണ്. അങ്ങനെ ദൂതുള്ളവർ കൈ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ അതിനകത്തൊരു ദൂത് നിങ്ങളോട് പറയാം. ഇന്നലകളിൽ നേരിട്ട മുറിവുകൾ ഓർത്ത് നീ കരഞ്ഞുകൊണ്ടിരിക്കരുത്. നിങ്ങളെ മുറിച്ചവരെയൊക്കെ തകർക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത്. ആമേൻ. പക്ഷേ നിന്റെ മുറിവുകളെ മറക്കാൻ ദൈവം ചിലത് തരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. യോസേഫിന്റെ അകത്തൊരു മുറിവുണ്ട്. തന്റെ സഹോദരങ്ങൾ തന്നെ തകർത്തു. പക്ഷെ ആ മുറിവിൽ കിടന്നുകൊണ്ടും സഹോദരൻ മരിക്കാൻ പ്രാർത്ഥിച്ചില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും അടുത്തവർ തന്നെ ആയിരിക്കാം. പക്ഷെ അവരുടെ മരണം കാണാനും അവരുടെ തകർച്ച കാണാനും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. കാരണം അവരെ ദൈവത്തിന് വേണം, അവരെ ദൈവത്തിന് വേണം. ഈ യോസേഫിന്റെ ലൈഫിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ നൽകിയത് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആമേൻ ആമേൻ യഹൂദയാ. പാസ്റ്റർ എന്താ ഈ പഴയ നിയമം പറയുന്നതായിരിക്കും ചിന്തിക്കുന്നത്. ആമേൻ. ഞാനങ്ങായിരുന്നെങ്കിൽ 3 സുവാസം ഇരുന്ന് യഹൂദ അങ്ങ് കൊന്നേനം. നിന്റെ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടിയുള്ള പൂജയല്ല പ്രാർത്ഥന. ദൈവം കൊല്ലത്തുമില്ല.
നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ച് കൊന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും, നീ എന്തിനാ കൊലപാതകം ചെയ്തെന്ന് ചോദിക്കും. അതുകൊണ്ട് നിങ്ങളെ തകർത്തവരെ ഒന്നും തകരാൻ പ്രാർത്ഥിക്കല്ലേ. നിങ്ങൾ പ്രാർത്ഥിച്ചാലും അവരെ തകരത്തില്ലേ. ആ പ്രാർത്ഥനയല്ല നിങ്ങളുടെ മാറിടത്തേക്ക് വരുവേ, ആരുമില്ല. ഒരു ദൂതിലേക്കാ പോകുന്നേ. പക്ഷേ പിന്നെ എങ്ങനെ മറക്കും? മറക്കാൻ നിന്റെ മുമ്പിൽ ഒരു മനേശയെ ദൈവം തരും. യോസേഫിന്റെ ദുഃഖം മറക്കാൻ അവന്റെ മുമ്പിലേക്ക് ഒരു മനേശയെ ദൈവം കൊടുത്തു. ഞാൻ നിങ്ങളോട് പറയും, ഇന്നലത്തെ ചില വേദനകളെ മറക്കാൻ ദൈവം നിങ്ങൾക്ക് ചിലത് തരാൻ പോകുകയാണ്. വിശ്വസിക്കാൻ ഉള്ളവർ മാത്രം കൈ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. പാസ്റ്റർ എന്തിനാണ് ഇങ്ങനത്തെ ദൂത് പറയുന്നത്? എനിക്ക് ഉറപ്പുണ്ട്, ആരൊക്കെയോ ചിലർ ഫെഡപ്പായി പോയി, ആരൊക്കെയോ ചിലർ ഡിമ്മായി പോയി, അവരെ ഒന്ന് ഉണർത്തണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെയും എന്നോട് ദൂത് പറഞ്ഞു. അതുകൊണ്ട് നീ എഴുന്നേൽക്കുക, കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യോസേഫേ, നീ പ്രാർത്ഥിച്ചും യഹൂദ മരിച്ചു പോയെങ്കിൽ അവന്റെ തലമുറയുടെ തലമുറയായി യഹൂദ ഗോത്രത്തിന്റെ സിംഹം ഇനി എങ്ങനെ വെളിപ്പെടും? നിന്നെ തകർക്കാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഒരു തലമുറ കഴിയുമ്പോൾ അവർ രക്ഷപ്പെടും. അവരായിരിക്കും ദൈവത്തിന് വേണ്ടി ഏറ്റവും തീയോട്ട് നിൽക്കുന്നത്. ഇന്ന് ഞാൻ ആത്മാവി പറയും, ഇന്നലകളിൽ ദൈവരാജ്യത്തിന് വിരോധമായി നിന്നവരെ ഇന്നുകളിൽ ദൈവരാജ്യത്തിന്റെ നല്ല ആയുധമാക്കി മാറ്റിയ ദൈവം യേശുവിന്റെ നാമത്തിൽ നിന്റെ ശത്രുവിന്റെ കയ്യിൽ ഈ വചനത്തെ കൊടുക്കാൻ ദൈവം തയ്യാറാണ്. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഒരിക്കൽ കൂടി ആമേൻ പറഞ്ഞാട്ടെ. എന്തൊക്കെയോ കൂട്ടമായി ജനങ്ങൾ രക്ഷിക്കപ്പെടാൻ പോകുന്നു. ഭാരതത്തിൽ വലിയ കൂട്ടം ജനം ദൈവത്തിലേക്ക് തിരിയാൻ പോകുന്നു. സുവിശേഷത്തിന് വിരോധമായി ചലിക്കുന്നവർ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങാൻ പോകുന്നു. ആ ദൂത് വിശ്വസിക്കുന്നവർ കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ.